Hello, welcome back to my channel, Law Simplified by me. Today, I'm going to take the topic Judicial Recusal in India. Judicial Recusal എന്താണെന്നാണ് ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. This is an important concept in constitutional law and judicial accountability. This topic has gained attention recently due to the recusal of the Chief Justice of India. ചീഫ് ജസ്റ്റിസിനെ റെക്യൂസൽ ചെയ്യുന്നൊരു സംഭവം ഉണ്ടായി ഇൻ ദ കേസ് റിലേറ്റിംഗ് ടു ദ അപ്പോയിൻമെൻറ്റ് ഓഫ് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ. ചീഫ് ഇലക്ഷൻ കമ്മീഷണറിനെ അപ്പോയിൻറ്റ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സംഭവം ഉണ്ടായിരുന്നു. അതിൽ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യനെ റെക്യൂസൽ ചെയ്തിരുന്നു. ദ ഇഷ്യൂ റേസസ് ക്വസ്റ്റ്യൻ അബൌട്ട് കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ്, ട്രാൻസ്പെറൻസി ആൻഡ് ജുഡീഷ്യൽ ഇൻഡിപെൻഡൻസ്. ഈ ഇഷ്യൂ ഏതൊക്കെ ക്വസ്റ്റ്യനാണ് റേസ് ചെയ്തത്? കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ്, ട്രാൻസ്പെറൻസി ആൻഡ് ജുഡീഷ്യൽ ഇൻഡിപെൻഡൻസ്. നമുക്കറിയാം, ഒരു ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആയിരിക്കുമ്പോൾ പേഴ്സണൽ ആയിട്ടൊരു താല്പര്യം ഉണ്ടാവാൻ പാടില്ല കേസിൽ. അതേപോലെ ബയാസോ അല്ലെങ്കിൽ പേഴ്സണൽ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. അവർക്ക് അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ ആ കേസിൽ നിന്നും വിട്ട് നിൽക്കുകയാണ് വേണ്ടത്. അല്ലാതെ അവരുടെ പേഴ്സണൽ ഇൻട്രസ്റ്റ് വെച്ചിട്ട് ആ കേസ് ജഡ്ജ് ചെയ്ത് പുതിയൊരു ജഡ്ജ്മെൻ്റ് ഒന്നും ഇറക്കാനോ അല്ലെങ്കിൽ ഒരു ഡിസിഷൻ പറയാനോ ഒന്നും പാടില്ല. മീനിങ് ഓഫ് ജുഡീഷ്യൽ റെക്യൂസൽ, ഡോക്ട്രിൻ ഓഫ് നെസസിറ്റി, എത്തിക്കൽ ഡിബേറ്റ്സ് ഇൻ ജുഡീഷ്യറി, നീഡ് ഫോർ കോഡിഫൈഡ് റെക്യൂസൽ ലോ, ഇതൊക്കെയാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ വാട്ട് ഈസ് ജുഡീഷ്യൽ റെക്യൂസൽ? ജുഡീഷ്യൽ റെക്യൂസൽ റെഫേഴ്സ് ടു എ സിറ്റുവേഷൻ where a judge withdraws from hearing a case due to a conflict of interest. ഒരു ജഡ്ജ് വിഡ്രോ ചെയ്യുകയാണ് ഒരു കേസിൽ നിന്നും ഡ്യൂ ടു ദ കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ദ മെയിൻ പർപ്പസ് ഓഫ് റെക്യൂസൽ ഈസ് ടു എൻഷുർ ഫെയർനെസ് ആൻഡ് മെയിൻറ്റെയിൻ പബ്ലിക് കോൺഫിഡൻസ് ഇൻ ദ ജുഡീഷ്യൽ സിസ്റ്റം. ഈ റെക്യൂസൽ എന്തിനു വേണ്ടിയിട്ടാണ്? ടു എൻഷുർ ഫെയർനെസ് ഉണ്ടാവാനും അതേപോലെ പബ്ലിക്കിനൊരു കോൺഫിഡൻസ് ഉണ്ടാവണം ജുഡീഷ്യൽ സിസ്റ്റത്തിന് മേലെ പബ്ലിക്കിനൊരു കോൺഫിഡൻസ് ഉണ്ടാവണം. ആ കോൺഫിഡൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ. ഫോർ എക്സാമ്പിൾ, ഇഫ് എ ജഡ്ജ് ഹാസ് എ പേഴ്സണൽ കണക്ഷൻ വിത്ത് വൺ ഓഫ് ദ പാർട്ടീസ് ഇൻ എ കേസ്, ദ ജഡ്ജ് മേ സ്റ്റെപ്പ് അസൈഡ് ടു അവോയ്ഡ് ബയാസ്. ഇപ്പോൾ ഒരു കേസ്, ആ കേസിലെ ഏതെങ്കിലും ഒരു പാർട്ടീനോട് ജഡ്ജിന് നേരത്തെ അറിയാം അല്ലെങ്കിൽ ആളോടൊരു പ്രത്യേക താല്പര്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ കേസിൽ നിന്നും ജഡ്ജ് ഒരു മാറി നിൽക്കണം. ഇതെന്തിനു വേണ്ടിയിട്ടാണ്? ബയാസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. മറ്റേ ആൾക്ക് തോന്നാൻ പാടില്ല ജഡ്ജ്മെൻറ്റ് ബയാസ് ആണെന്ന്. ദസ് ജുഡീഷ്യൽ റെക്യൂസൽ പ്രൊട്ടക്ട്സ് ദ ഇൻറ്റഗ്രിറ്റി ആൻഡ് ഇംപാർഷ്യാലിറ്റി ഓഫ് ദ ജുഡീഷ്യറി. ജുഡീഷ്യൽ റെക്യൂസൽ ഈസ് ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് നാച്ചുറൽ ജസ്റ്റിസ്. ജുഡീഷ്യൽ റെക്യൂസൽ നാച്ചുറൽ ജസ്റ്റിസ് പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തിട്ടാണ്. വിച്ച് ആർ ഫണ്ടമെൻ്റൽ ടു എ ഫെയർ ലീഗൽ സിസ്റ്റം. ജുഡീഷ്യൽ റെക്യൂസൽ ദാറ്റ് ഈസ് ഒരു ജഡ്ജ് കേസിൽ നിന്ന് മാറി നിൽക്കുന്നത് നാച്ചുറൽ ജസ്റ്റിസിന് വേണ്ടിയിട്ടാണ്. അതായത് രണ്ട് കക്ഷികൾക്കും തുല്യമായ ജസ്റ്റിസ് കിട്ടാൻ വേണ്ടിയിട്ട്. ദർ ആർ ടു ഇമ്പോർട്ടൻറ്റ് പ്രിൻസിപ്പിൾ. ഫസ്റ്റ് ഈസ് നെമോ ജൂഡെക്സ് ഇൻ കോസ സുവ, വിച്ച് മീൻസ് നോ വൺ ഷുഡ് ബി ജഡ്ജ് ഇൻ ദയർ ഓൺ കേസ്. സ്വന്തം കേസ് ജഡ്ജ് ചെയ്യാൻ പാടില്ല ആ ജഡ്ജ്. അതാണ് നെമോ ജൂഡെക്സ് ഇൻ കോസ സുവ എന്ന് പറയുന്നത്. സെക്കൻഡ്, ജസ്റ്റിസ് മസ്റ്റ് നോട്ട് ഓൺലി ബി ഡൺ but must also be seen to be done. This means even the appearance of bias can damage public trust in the judiciary. സ്വന്തം കേസിൽ ഇപ്പോൾ ഒരാൾ ജഡ്ജ്മെൻറ്റ് പറയുകയാണെങ്കിൽ പബ്ലിക്കിൻ്റെ ട്രസ്റ്റ് പോവാണെന്നാണ് പറയുന്നത്. കാരണം അവർ സ്വന്തം താല്പര്യം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ ബയാസ്ഡ് ആയിട്ടാണ് ജഡ്ജ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിലോ അതുകൊണ്ട് ജഡ്ജ് ആ ഒരു കേസിൽ നിന്നും വിട്ടുനിൽക്കും. There are several situations in which a judge may recuse from a case. These include financial interest in the case, personal relationship with the parties, prior involvement in the matter, prejudgment or personal bias. For instance, if a judge owns shares in a company involved in a case, the judge should withdraw to maintain fairness. ഒരു കമ്പനി ആയിട്ടുള്ളൊരു ഡിസ്പ്യൂട്ടിലൊരു കേസ് നടന്നുകൊണ്ടിരിക്കുക. ആ ജഡ്ജിന് എന്തെങ്കിലും ഷെയർ ഉണ്ടാവും കമ്പനിയിൽ. അങ്ങനെയാണെങ്കിൽ ജഡ്ജ് ഷുഡ് വിഡ്രോ ടു മെയിൻറ്റെയിൻ ഫെയർനെസ്. ജഡ്ജ് ആ കേസിൽ നിന്നും മാറി നിൽക്കണം. ടു മെയിൻറ്റെയിൻ ഫെയർനെസ് മാറി നിൽക്കണം എന്ന് പറയുമ്പോൾ കമ്പനിയുടെ ഷെയർ
ഷെയറിൽ നിന്നും മാറി നിൽക്കല്ല, ആ ജഡ്ജ്മെൻറ്റ് പറയുന്നതിൽ നിന്നും ആ കേസിൽ നിന്നും തന്നെ മാറി നിൽക്കണം. നെക്സ്റ്റ് ഈസ് ഡോക്ട്രിൻ ഓഫ് നെസസിറ്റി. ഇറ്റ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് എക്സെപ്ഷൻ ടു ദ റൂൾ ഓഫ് ബയാസ്. റൂൾ ഓഫ് ബയാസിൽ നിന്നും വ്യത്യസ്തമാണ് ഡോക്ട്രിൻ ഓഫ് നെസസിറ്റി. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് എ ജഡ്ജ് മേ സ്റ്റിൽ ഹിയർ എ കേസ് despite a conflict of interest if no alternative judge is available. ഒരു ഓൾട്ടർനേറ്റീവ് ആയിട്ടൊരു ജഡ്ജ് ഇല്ലെങ്കിൽ പിന്നെ അദ്ദേഹം തന്നെ ആ കേസിൽ ഇരിക്കേണ്ടി വരും. ദ പർപ്പസ് ഓഫ് ദിസ് ഡോക്ട്രിൻ ഈസ് ടു പ്രിവെൻറ്റ് എ ഫെയിലിയർ ഓഫ് ജസ്റ്റിസ് ഓർ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡെഡ്ലോക്ക്. ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡെഡ്ലോക്കോ അല്ലെങ്കിൽ ജസ്റ്റിസ് ഫെയിലിയർ ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഡോക്ട്രിൻ ഓഫ് നെസസിറ്റി പ്രവർത്തിക്കുന്നത്. In simpler terms, justice should not stop just because a conflict exists, especially when there is no other option. വേറൊരു ഓപ്ഷൻ ഇല്ലെങ്കിൽ ആ ഒരു ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ജഡ്ജ് തന്നെ ഇരിക്കേണ്ടി വരും. ഇറ്റ് ഈസ് എ ഡോക്ട്രിൻ ഓഫ് നെസസിറ്റി. ഇറ്റ് ഈസ് ആൻ എക്സെപ്ഷൻ ടു ദ റൂൾ ഓഫ് ബയാസ്. Several landmark cases has developed the doctrine of necessity. Some important cases include Gullapalli Nageshwara Rao versus APSRTC. In 1958, Ashok Kumar Yadav versus State of Haryana 1987, Election Commission versus Subramanya Swamy 1996. In Gullapalli Nageshwara Rao versus APSRTC, early discussion of situations where an otherwise disqualified authority had to act because no substitute existed. വേറൊരു സബ്സ്റ്റിറ്റ്യൂട്ട് ഇല്ലാത്തതുകൊണ്ട് അദ്ദേഹം തന്നെ പ്രവർത്തിക്കണം, അല്ലാണ്ട് ഡിസ്ക്വാളിഫൈ ഒന്നും ചെയ്യാൻ പാടില്ല. ഇൻ അശോക് കുമാർ യാദവ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ഹരിയാന recognized that the doctrine works as an exception to the official bias where administrative or constitutional necessity demands participation. കോൺസ്റ്റിറ്റ്യൂഷണൽ നെസസിറ്റി അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് നെസസിറ്റി ഉണ്ടെങ്കിൽ ഒരു ബയാസായിട്ടത് കണക്ക് കൂട്ടില്ല. അതൊരു നെസസിറ്റിയാണ് ആ ജഡ്ജ് അവിടെ പ്രവർത്തിക്കണം എന്നുള്ളത്. നെക്സ്റ്റ് കേസ് ഈസ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ വേഴ്സസ് സുബ്രഹ്മണ്യൻ സ്വാമി. ഇറ്റ് റിഫൈൻഡ് ദ പ്രിൻസിപ്പിൾ distinguishing between doctrine of necessity and doctrine of absolute necessity. ഈ കേസിൽ ഡോക്ട്രിൻ ഓഫ് നെസസിറ്റി എന്താണെന്നും ഡോക്ട്രിൻ ഓഫ് ആബ്സല്യൂട്ട് നെസസിറ്റി എന്താണെന്നും പറഞ്ഞു. ദ കോർട്ട് ഹെൽഡ് ദാറ്റ് ഡോക്ട്രിൻ ഷുഡ് ബി ഇൻവോക്ഡ് ഓൺലി ഇൻ കേസസ് ഓഫ് ആബ്സല്യൂട്ട് നോട്ട് റൂട്ടീൻ നെസസിറ്റി. ഇലക്ഷൻ കമ്മീഷൻ്റെ കേസിൽ പറയുന്നത് വെറുതെ ഒരു നെസസിറ്റി ഉണ്ടായാൽ പോരാ. ദാറ്റ് ഈസ് ഡോക്ട്രിൻ ഓഫ് നെസസിറ്റി ഈസ് നോട്ട് ആൻ important. There should be a doctrine of absolute necessity. ആ absolute എന്നുള്ളത് വേണം, നോട്ട് റൂട്ടിംഗ് നെസസിറ്റി. പിന്നെ വേറൊരു കേസുണ്ട്, ജെ മോഹപത്ര ആൻഡ് കമ്പനി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ഒറീസ ആൻഡ് ലേറ്റർ കേസസ് reiterate that the nemo judex rule, no one judge in their own cases yield to necessity when statutory or institutional compulsion leaves no alternative. ജെ മോഹപത്രയുടെ കേസും പിന്നെ ബാക്കി വരുന്ന ഈ റെക്യൂസലിൻ്റെ കേസുകളൊക്കെ വരുമ്പോൾ അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നെമോ ജൂഡസ് റൂൾ ഉണ്ട്, പക്ഷെ ഒരു നെസസിറ്റി വരികയാണെന്ന് വെച്ചാൽ എന്താ ചെയ്യുക, വേറെ ആരും ഇല്ല ആ കേസ് ഡീൽ ചെയ്യാൻ എന്നും പറഞ്ഞാൽ ആ കേസ് തള്ളിക്കളയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആ ജഡ്ജ് തന്നെ ആ കേസ് ജഡ്ജ് ചെയ്യേണ്ടി വരും. He must be decided that case. In the NJAC case, that is challenge to the National Judicial Appointment Commission, Justice Kehar refused to recuse despite allegation of institutional conflict, reasoning that the conflict was universal. It affected the entire judiciary, so no judge would be truly free from it. Under the doctrine of necessity, the court was bound to hear the case despite structural interest because no other forum of equivalent jurisdiction existed. NJAC കേസ് എന്ന് പറയുന്നത് നാഷണൽ ജുഡീഷ്യൽ അപ്പോയിൻമെൻറ്റ് കമ്മീഷനെ കുറിച്ചിട്ടാണ്. ആ ഒരു കേസിൽ എല്ലാ ജഡ്ജിനും ഇൻട്രസ്റ്റ് വരും. അപ്പോൾ ഒരാൾ മാറി നിൽക്കാൻ, അല്ലെങ്കിൽ എല്ലാ ജഡ്ജും മാറി നിൽക്കാൻ പറ്റില്ലല്ലോ ആ കേസ് ഡിസൈഡ് ചെയ്യുമ്പോൾ. എല്ലാവർക്കും ആ ഒരു കേസിൽ ഇൻട്രസ്റ്റ് ഉണ്ട് എന്നും പറഞ്ഞാൽ എല്ലാവരും മാറി നിന്ന ഈ കേസ് ആര് ഡിസൈഡ് ചെയ്യും?
On that particular instance, the doctrine of necessity and doctrine of absolute necessity should work. One of the major ethical debate in judicial recusal is the conflict between two duties. First, the duty to remain impartial and avoid bias. Second, the duty to sit, meaning the responsibility of judges to hear and decide the case. Excessive recusal can delay justice, while failure to recuse can undermine fairness. Therefore, judges must carefully balance these two responsibilities. രണ്ട് ഡ്യൂട്ടി തമ്മിലാണ് ഒരു കോൺഫ്ലിക്റ്റ് വരുന്നത്. ഡ്യൂട്ടി ടു റിമെയിൻ ഇമ്പാർഷ്യലായിട്ട് ഇരിക്കാനും അതേപോലെ ഡ്യൂട്ടി ടു സിറ്റ് ആ കേസിൽ ജഡ്ജ് ചെയ്യാനും ഈ രണ്ട് കോൺസെപ്റ്റിലാണ് കോൺഫ്ലിക്റ്റ് വരുന്നത്. രണ്ടും മെയിൻറ്റെയിൻ ചെയ്യണം ടു എൻഷുർ ഫെയർനെസ്. അപ്പോൾ എപ്പോഴും ഈ റെസ്പോൺസിബിലിറ്റീസ് ജഡ്ജസ് ഒരു ഡ്യൂ കെയർ എടുത്തിട്ട് വേണം ചെയ്യാൻ. കറൻ്റ്ലി ഇന്ത്യ ഡസ് നോട്ട് ഹാവ് എ ഫോർമൽ ലോ ഗവേണിംഗ് ജുഡീഷ്യൽ റെക്യൂസൽ. ജുഡീഷ്യൽ റെക്യൂസലിനെ ഗവേൺ ചെയ്യാൻ പ്രത്യേകിച്ചൊരു ലോ ഇല്ല. ദിസ് ക്രിയേറ്റ് സെവറൽ പ്രോബ്ലംസ് സച്ച് ആസ് ഡിഫറെൻറ്റ് ഇൻ്റർപ്രിട്ടേഷൻ ബൈ ജഡ്ജസ്. പലതരം ഇൻ്റർപ്രിട്ടേഷൻസ് വരാൻ സാധ്യതയുണ്ട്. അതേപോലെ ട്രാൻസ്പെറൻസി കുറയും. ഡിലേ ഇൻ ജസ്റ്റിസ് ഡെലിവറി ചെയ്യുന്നതിൽ ഡിലേ വരും. Because there are no clear rules, decision about recusal often depend on the personal discretion of judges. ഇതൊരു ഡിസ്ക്രിഷൻ്റെ ബേസിലേക്ക് മാറും റൂൾസ് ഇല്ലാത്തത് കൊണ്ട്. Many experts believe that India needs a codified recusal law. എക്സ്പേർട്സ് എന്താണ് വിശ്വസിക്കുന്നത്? ഒരു കോഡിഫൈഡ് റെക്യൂസൽ ലോ വേണമെന്നാണ്. ആ ലോ എങ്ങനെയായിരിക്കണം? ട്രാൻസ്പെറൻസി കൂട്ടുന്നതായിരിക്കണം. അതേപോലെ ഡിസിഷൻസിൽ കൺസിസ്റ്റൻസി എൻഷുർ ചെയ്യണതായിരിക്കണം. അതേപോലെ പബ്ലിക് ട്രസ്റ്റ് സ്ട്രെങ്തൻ ചെയ്യണം. ജുഡീഷ്യറിയുടെ മേലെ പബ്ലിക്കിന് എത്രത്തോളം ട്രസ്റ്റ് ഉണ്ടോ അത് സ്ട്രെങ്തൻ ചെയ്യിക്കണം. ക്ലിയർ റൂൾസ് വുഡ് മേക്ക് ദ പ്രോസസ് more objective and predictable. Although the recusal is important, it can also create problems if misused. റെക്യൂസൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കോൺസെപ്റ്റ് തന്നെയാണ്. പക്ഷേ അത് വേറെ രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് മിസ്യൂസിന് സാധ്യതയുണ്ട്. ഫോർ എക്സാമ്പിൾ, ലിറ്റിഗൻസ് മേ ട്രൈ ടു ചൂസ് എ ഫേവറബിൾ ജഡ്ജ് വിച്ച് ഈസ് നോൺ ആസ് ബെഞ്ച് ഹണ്ടിങ്. ഇപ്പോൾ ചില ബെഞ്ച് കക്ഷികൾക്ക് താല്പര്യമില്ലാത്തതുണ്ടാവാം. അപ്പോൾ ലിറ്റിഗൻസ് അവർക്ക് താല്പര്യമുള്ള ജഡ്ജിനെ സെലക്ട് ചെയ്യും. മറ്റവർക്ക് ബയാസ്ഡാണ്, അവർക്ക് കേസിൽ താല്പര്യമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ആ ബെഞ്ചിനെ തന്നെ മാറ്റും. ഇറ്റ് നോൺ ആസ് ബെഞ്ച് ഹണ്ടിങ്. Recusal may undermine judicial independence. It may be used to delay court proceedings. Also, it delays the court proceedings. Therefore, recusal should be used carefully and responsibly. To improve the system, several reforms have been suggested. These include creating clear procedural rules for recusal, requiring judges to record reason for recusal, establishing a panel-based decision system. These reforms can increase transparency and strengthen public confidence in the judiciary. ഈ ഒരു കാര്യം, ഈ റെക്യൂസൽ സിസ്റ്റത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് റിഫോംസ് സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഉൾപ്പെടുന്നതാണ് ക്ലിയർ പ്രൊസീജറൽ റൂൾസ് ഉണ്ടാക്കുക റെക്യൂസലിന് വേണ്ടിയിട്ട്. അതേപോലെ ആ കേസിൽ നിന്ന് മാറി നിൽക്കുന്ന ജഡ്ജ് അതിനുള്ള റീസൺ കറക്റ്റായിട്ട് പറയണം. അതേപോലെ ഒരു പാനൽ ബേസ്ഡ് ഡിസിഷൻ സിസ്റ്റവും കൊണ്ടുവരണം. ഒന്നും കൂടെ പറയുകയാണെങ്കിൽ, ജുഡീഷ്യൽ റെക്യൂസൽ റെഫേഴ്സ് ടു ദ ആക്ട് ഓഫ് എ ജഡ്ജ് വിഡ്രോയിങ് ഫ്രം ഹിയറിംഗ് എ പെർട്ടിക്കുലർ കേസ് ഡ്യൂ ടു എ കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓർ പോസിബിലിറ്റി ഓഫ് ബയാസ്. പോസിബിലിറ്റി ഓഫ് ബയാസോ അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് ജഡ്ജ് ഒരു കേസിൻ്റെ ഹിയറിംഗ് പ്രൊസീജിയറിൽ നിന്ന് മാറി നിൽക്കുകയാണ്, വിഡ്രോ ചെയ്യുകയാണ്. ദ പർപ്പസ് ഓഫ് റെക്യൂസൽ ഈസ് ടു എൻഷുർ ദാറ്റ് ജസ്റ്റിസ് ഈസ് ഡെലിവേർഡ് ഇൻ ഫെയർ, ഇംപാർഷ്യൽ ആൻഡ് ട്രാൻസ്പെറൻറ്റ് മാനർ. ജസ്റ്റിസ് എങ്ങനെ ഇരിക്കണം? ഫെയർ ആയിരിക്കണം, ഇംപാർഷ്യൽ ആയിരിക്കണം, അതേപോലെ ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം. ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് റെക്യൂസൽ പ്രൊസീജിയർ ഉള്ളത്. When a judge feels that their involvement in a case may create doubt about their neutrality, അവരുടെ ഒരു സത്യസന്ധതയിൽ എന്തെങ്കിലും വരുമെന്നവർ ഡൗട്ട് അടിക്കുകയാണ്, ജഡ്ജസിന് തോന്നുകയാണ്, അവർക്ക് എന്തെങ്കിലും പബ്ലിക്കിന് എന്തെങ്കിലും തോന്നിയാലോ, ന്യൂട്രാലിറ്റിയിൽ ഒരു ക്വസ്റ്റ്യനിങ് വന്നാലോ, അതായത് ജനങ്ങൾക്ക് ജഡ്ജ് ബയാസ്ഡ് ആണെന്ന് തോന്നാൻ പാടില്ല. സോ in a case may create about their neutrality, they step aside from the case.
Judicial recusal is closely connected to the principle of natural justice, which form the foundation of any fair legal system. There are several situations in which judicial recusal may become necessary. Example പറഞ്ഞത് a judge may recuse themselves if they have financial interest in the case, such as owning shares in a company involved in the dispute. Similarly, recusal may occur if the judge has a personal relationship with one of the party. കേസിലെ ഏതെങ്കിലും പാർട്ടിയായിട്ട് അദ്ദേഹത്തിന് ബന്ധമുണ്ട് എന്നുണ്ടെങ്കിലും ആളെ റെക്യൂസലായി മാറി നിൽക്കും. Similarly, in such situation, continuing to hear the case could create doubts about fairness and impartiality. ഫെയർനെസ്സിലും ഇമ്പാർഷ്യാലിറ്റിയിലും ക്വസ്റ്റ്യൻ വരുന്നു എന്ന് തോന്നുകയാണെങ്കിൽ മാത്രമാണ് അവർ മാറി നിൽക്കും. In India, judicial recusal is largely based on the conscience and discretion of the judge. There is currently no comprehensive law that clearly defines when a judge must recuse themselves. Instead, the practice has developed through court decision and judicial ethics. ജുഡീഷ്യൽ റെക്യൂസലിന് പ്രത്യേകിച്ചൊരു ലോ ഇല്ലാത്തതുകൊണ്ട് കോർട്ട് ഡിസിഷൻസും ജുഡീഷ്യൽ എത്തിക്സ് വഴിയാണ് ഈ ഒരു ടോപ്പിക്ക് അല്ലെങ്കിൽ ആ ഒരു അതിനെക്കുറിച്ചുള്ള റൂളൊക്കെ ഡെവലപ്പ് ചെയ്ത് വരുന്നത്. This lack of formal rules sometimes lead to inconsistency and confusion in the application of recusal. Judicial recusal plays a role in maintaining public trust in the judicial system. The judiciary expected to act without fear or favor, affection or ill will. When judges voluntarily step aside in situation of conflict of interest, it demonstrates integrity and strengthens confidence in the rule of law. However, judicial recusal must also be used carefully. Excessive or unnecessary recusal can delay justice and may even be misused by parties to choose a favorable judge. Therefore, a balance must be maintained between avoiding bias and ensuring that the judicial process continues smoothly. In concluding the topic, judicial recusal is an essential mechanism to ensure fairness and impartiality in the judiciary. However, the absence of clear rules creating challenges in maintaining consistency and transparency. Therefore, it is necessary to balance three important values. 3 ഇമ്പോർട്ടൻറ്റ് വാല്യൂ ഉയർത്തിപ്പിടിക്കാനാണ് ഈ ജുഡീഷ്യൽ റെക്യൂസൽ ഉള്ളത്. ഫസ്റ്റ് വൺ ഈസ് ജുഡീഷ്യൽ ഇൻഡിപെൻഡൻസ്, സെക്കൻഡ് ഇമ്പാർഷ്യാലിറ്റി, തേർഡ് വൺ പബ്ലിക് ട്രസ്റ്റ്. ദാറ്റ്സ് ഓൾ ജുഡീഷ്യൽ റെക്യൂസൽ. ഇതിൻ്റെ നോട്ട് വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ദാറ്റ്സ് ഓൾ. താങ്ക് യു.